മോളെ, മോക്കമ്മോട് ദേഷ്യമൊന്നും തോന്നരുത്. സത്യം എന്താണെന്ന് അറിയാതെയാ അമ്മ മോള് വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അവനാ കുഴപ്പം നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് മോൾ അവനെ ഒറ്റപ്പെടുത്തരുത്. എപ്പോഴും കൂടെ ഉണ്ടാവണം. അമ്മ, ഈ ഒരു കാര്യം പറഞ്ഞ് ഞാനും ആരും തമ്മിൽ തെറ്റാനൊന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങൾ ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുമുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് അമ്മയോട് പറയാനുള്ളത്, അമ്മയ്ക്ക് ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ അമ്മ ആലോചിച്ചിട്ടുണ്ടോ? ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നേ? ഞങ്ങൾ കാണിക്കുന്നത് കോട്ടയത്താണ്. അതെന്താ അവിടെ? മോളുടെ അവിടെ ഒന്നും നല്ല ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ. ചില നല്ലതൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ദൂരം പോകണ്ടേ അമ്മ. ബ്ലിസ് എന്നാ ഹോസ്പിറ്റലിൻ്റെ പേര്. IVF എന്ന് പറയും ട്രീറ്റ്മെൻറ്റ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ നൂലുകെട്ടിന് പോയത് അമ്മ ഓർക്കുന്നുണ്ടോ? ഇരട്ട കുട്ടികൾ. ഗുരുവായൂരമ്പലത്തിലല്ലേ? അവരും IVF ട്രീറ്റ്മെൻറ്റ് വഴി ഉണ്ടായത് തന്നെയാണ്. അവരാണ് ഈ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തത് തന്നെ. ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്നത് കേട്ടു. ആരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ കുഞ്ഞ് വളരുന്ന ടെസ്റ്റ് ട്യൂബിലൊന്നും അല്ല. ഈ സ്പേം എഗ്ഗും ലബോറട്ടറിയിൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എംബ്രിയോ ഉണ്ടാവും. ഈ എംബ്രിയോനെ യൂട്രസിൽ നിക്ഷേപിക്കും. അവിടെ വെച്ചൊരു നോർമൽ കുഞ്ഞെങ്ങനെയാണോ വളരുന്നത് അതുപോലെ അങ്ങ് വളർന്നോളും. കേട്ടിട്ട് എന്നെ തല പെരുക്കുന്നു. എന്തായാലും ശരിയായാൽ മതിയായിരുന്നു. അമ്മയ്ക്ക് പേടിക്കാൻ ഇതിനകത്തൊന്നുമില്ല. ഒരു നോർമൽ കുഞ്ഞെങ്ങനെയാണോ വളരുന്നത് അതിൻ്റെ അതേ ആരോഗ്യത്തോടും ഒക്കെ കൂടെ തന്നെ ഈ കുഞ്ഞും വളർന്നോളും. എന്തായാലും ശരിയായാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞുണ്ടായി എനിക്ക് കാണാൻ കൊതിയാ മോളെ.